അപ്പോൾ ഒന്ന് കാലത്ത് എണീറ്റ് വിളക്കൊക്കെ വെച്ചു കേട്ടോ. ഇത് അകത്ത് ഞാൻ വിളക്ക് വെക്കണ സ്ഥലമാണ്. പിന്നെ അതേ പുറത്ത് ഇത്തിരി നേരം വെളുത്തതിന് ശേഷം കേട്ടോ വിളക്കൊക്കെ വെക്കുക. എന്നിട്ട് നാമൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ആയ കാരണം നമ്മുടെ അമ്പലത്തേക്ക് പോകാറുണ്ട് ചൊവ്വയും വെള്ളിയും. അപ്പോൾ അത് അമ്പലത്തേക്ക് പോയി. അപ്പോൾ ഞാൻ പോണ വഴിക്ക് നടന്ന് പോകുമ്പോൾ ചെമ്പരത്തി പൂവൊക്കെ കണ്ടാൽ പൊട്ടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഒരിലയിൽ നടക്കിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ തൊഴുത് പുണ്യമൊക്കെ കഴിച്ചിട്ട് ഇതേ വരുമ്പോൾ ഏട്ടൻ്റെ കൂടെ ഏട്ടാ വരിക. ഏട്ടൻ അമ്പലത്തിൽ നിന്ന് വിളക്ക് വെച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഉപ്പേരിയും ചാറ് കൂട്ടാനും വെക്കണം. ചോറ് പിന്നെ ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ചായക്ക് കടി ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് അങ്ങനെ ഒരു വെറൈറ്റി ആവാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതേ പയറുപ്പേരി, എന്താ പറയുക, വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ മൂപ്പിച്ച് പയർ നുറുക്കിയത് അതിലേക്ക് ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചു കേട്ടോ. ഇനി നമുക്ക് ചാറ് കൂട്ടാൻ വെക്കണം. അപ്പോൾ പരിപ്പും പടവലങ്ങയും തക്കാളിയും കൂടിയിട്ട് നാളികേരം അരച്ചിട്ടൊരു കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ അതിലേക്കുള്ള പടവലങ്ങയൊക്കെ ഞാൻ അരിഞ്ഞു. പിന്നെ പരിപ്പും പടവലങ്ങയും ഇതൊക്കെ കൂടിയിട്ട് തക്കാളിയൊക്കെ കൂടി ഒറ്റ ഇതിൽ വിസിലടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അത് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇത്തിരി ഉപ്പും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് തുണ്ട് മുളകും പൊടിയൊക്കെ വെച്ചിട്ട് ഇട്ടിട്ട് കുക്കറിൽ വെച്ചിട്ട് അപ്പോൾ ഒരു 3-4 അടി അടിക്കുമ്പോൾ അത് ശരിയാവും. എന്നിട്ട് പിന്നെ കഞ്ഞിയായി. ഏട്ടനപ്പോൾ കഞ്ഞി ഉപ്പേരിയും കൊടുത്തു. പിന്നെ അത് ഏട്ടന് ചോറൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു കേട്ടോ. എന്താ പറയുക, അച്ഛനും ഉണ്ണിമോൾക്കൊന്നും ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ പിള്ളേരൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ അവർ നേരെ വൈകിട്ടൊക്കെ എണീക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചോറ് പാത്രത്തിലാക്കി. വർക്കിംഗ് ഡ്രസ്സ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ മഴയായി കാരണം വർക്കിംഗ് ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് അകത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ jollyക്ക് പോയി. പിന്നെ അത് ജോലി കഴിഞ്ഞ് വന്നിട്ട് നേരെ വന്ന് മേലെ കഴുകിയിട്ട് പിന്നെ വിളക്ക് ഉണ്ണിമോൾ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അത് മാല കെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പൂ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതേ മാലയൊക്കെ കെട്ടി തുണിയിൽ പൊതിഞ്ഞ് വെച്ചു. പിന്നെ അത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ സെറ്റിക്കൊരു കവറ്. അപ്പോൾ അത് വന്നു. കളറ് ഞങ്ങൾ ഓർഡർ ചെയ്ത കളറല്ല, എന്നാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ